വെൽക്കം ടു സൈറാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു ചീരത്തോരൻ വെക്കാനുമായിട്ടാണ്. ചീര മിക്കവാറും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വീട്ടിൽ നിന്നാണെങ്കിലും എടുത്ത് നമ്മൾ തോരൻ വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരിടെങ്കിലും ഒരു വെജിറ്റബിൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ കൂട്ടിയിരിക്കണം എന്നാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകാംശങ്ങളെല്ലാം ഈ ചീരയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ചീര തോരൻ വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ചീര അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ ചുവട്ടിലെ തണ്ടിന് ഇച്ചിരി വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ അതിന് വേണ്ട സാധനങ്ങൾ, ചീരയ്ക്ക് എപ്പോഴും കാന്താരിയാണ് നല്ലത്. അവരവരുടെ എരിക്ക് അനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിനാവശ്യമുണ്ട്. കൊച്ചുള്ളി വേണം. അത് അരിഞ്ഞ് തേങ്ങയുടെ കൂടെ ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ താളിക്കാനായിട്ട് കടുക് വേണം. തേങ്ങ വേണം. ഞാനൊരു തേങ്ങയുടെ പകുതി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ, കാന്താരി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ചു. അതിലോട്ട് കടുകിട്ടു. കടുക് പൊട്ടി വന്നിട്ട് അതിനകത്ത് കറിവേപ്പില ഇട്ടു. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, തോരനൊന്നും അധികം മഞ്ഞൾപ്പൊടി ചേർക്കുകയില്ല. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടു. ഇനി ഉപ്പ് ഞാൻ പറഞ്ഞില്ല, ഉപ്പ് തന്നെ ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പിട്ടു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ഇതിലോട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ചേർത്ത് കൊടുക്കും. ഒപ്പം ആ ചതച്ച് വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ഇച്ചിരി വേവ് കൂടുതലുണ്ട്. അതിനൊരു ശകലം വെള്ളം ഒഴിക്കാം. ഒത്തിരി ഒഴിച്ച് പോലെ ശകലം മാത്രമേ വെക്കണം. ചീരയിൽ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. ചീര ആവിയിലാണ് വേവേണ്ടത്. എന്നിട്ടത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്നാവി വരണം. ആവി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റീലിൻ്റെ ചീഞ്ചട്ടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റും. അതിനകത്തോട്ട് നമ്മൾ അത് ആവി വന്നു കഴിയുമ്പോൾ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആവി വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് പിന്നെ ജലാംശം പറ്റി അടി പിടിക്കുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കൈ കൊണ്ട് 4 സൈഡിലും തളിച്ച് കൊടുക്കണം. അടച്ചു വെക്കാം. ചീരയ്ക്ക് ചേർക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ജീരകം. ജീരകം ചേർത്താൽ ചീരയുടെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചീര തോരൻ വെക്കുമ്പോൾ ജീരകം ചേർക്കല്ല. മറ്റു കൂട്ടാനെല്ലാം ജീരകം ആവശ്യമാണ്. പക്ഷെ ചീരയ്ക്ക് ജീരകത്തിൻ്റെ ആവശ്യമില്ല. നല്ലതായിട്ട് വെന്ത് പറ്റി ഏകദേശമൊക്കെ പറ്റാറായി. ചീര പറ്റി വരുന്ന ഉടനെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ അതിന് മേളിലായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇലവർഗ്ഗമൊക്കെ തോരൻ വെക്കുമ്പോൾ ലാസ്റ്റിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ചീരത്തോരന് നല്ല ടേസ്റ്റ് കിട്ടും. ചീരത്തോരൻ നല്ല ഇലവർഗ്ഗങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. പറ്റി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലായിടവും ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാവുന്നതാണ്. നല്ല ഒന്നാന്തരം ചീരത്തോരനാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.